മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തിലെ പ്രധാന അറിയിപ്പുകളാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. മെയ് മാസത്തിൽ 3200 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നത്. മെയ് മാസത്തിലെ ഒരു ഘടവും കുടിശ്ശികയിലെ ഒരു ഘടവും ചേർത്താണ് 3200 രൂപ ലഭിക്കുന്നത്. 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരും. 5 ഗഡുവാണ് കുടിശ്ശികയുണ്ടായിരുന്നത്. ഇതിൽ 2 ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ പെൻഷൻ വിഷുവിനോട് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ ഒട്ടുമിക്ക വാഗ്ദാനങ്ങളും സർക്കാർ നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന വാർഷികാഘോഷ സമാപന റാലിയിൽ ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കൊല്ലത്ത് നടക്കുന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അടുത്ത വർഷത്തിനുള്ളിൽ മുഴുവനും യഥാർത്ഥമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വാഗ്ദാനങ്ങൾ പാലിച്ച വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് മറ്റ് എവിടെയും ഇല്ല. നമ്മുടെ നാടും ജനങ്ങളും പ്രകടിപ്പിച്ച ഐക്യവും ഒരുമയും അതാണ് സാധ്യമെന്ന് കരുതിയ പലതും അസാധ്യമാക്കുന്നതിലേക്ക് ഇടയാക്കിയത്. കേരളം തകരണം എന്ന് ആഗ്രഹിച്ചവർ നിരാശപ്പെടുന്ന വളർച്ചയാണ് കേരളത്തിന് നേടാനായത്. കേരളം കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഏതൊരു സംസ്ഥാനത്തിൻ്റെ വരുമാനം സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനമല്ല, അതിനോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വിഹിതം ഉണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ഒരു ദുരനുഭവമാണ് ഉണ്ടായത്. മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ കേന്ദ്രവിഹിതം ലഭിച്ചില്ല. അർഹതപ്പെട്ട കടം എടുക്കുന്നത് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്ന നില ഉണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കാൻ നല്ല വിജയം നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.